ചെമ്പല്ലി, ഞണ്ട്, കരിമീൻ, പിലോപ്പി, കൂരി, ഇതൊന്നും കൂടാതെ ഇഷ്ടംപോലെ മീനെ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് കേട്ടോ ഞങ്ങൾ വീശാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ വലയൊക്കെ എടുത്ത് വീശാൻ റെഡിയായിട്ട് നടക്കുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. ഇതിനകത്ത് നിങ്ങൾ ആദ്യം കണ്ട മീൻ മാത്രമല്ല, ഇഷ്ടംപോലെ മീനുകൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ വലയാണ് കേട്ടോ വീശുന്നത്. അപ്പോൾ ആദ്യത്തെ വലയാണ് കേട്ടോ വലിച്ചു കയറ്റുന്നത്. സാധാരണ ആദ്യത്തെ വലയിലൊന്നും കാണാറില്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വലയിൽ തന്നെ കാരച്ചെമ്മീനുണ്ട്. അപ്പോൾ കാരയൊക്കെ പിടിച്ച് തിരിച്ചു പോകാൻ നേരത്താണ് ചേട്ടൻ്റെ വലയിൽ ഒരു സാധനം കുടുങ്ങിയേക്കണ കാണുന്നത്. അതൊരു മഡ് ക്രാബിൻ്റെ കുഞ്ഞായിരുന്നു കേട്ടോ. അത് നല്ല വലുതാവും. അതുകൊണ്ട് ചേട്ടൻ അതിനെ പിടിച്ചിട്ട് അതിനെ റിലീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ വലയിൽ 2 നച്ചറ കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ അതിനെ അങ്ങോട്ട് റിലീസ് ചെയ്യണം. അപ്പം നേരം വെളുക്കണതിന് മുന്നേ നടന്ന പ്രധാന സംഭവങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് ചെമ്മീൻ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് വരികയാണ്. അപ്പോൾ ദേ അച്ഛനടുത്ത വല വീശാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ വലയിൽ കിട്ടിയതാണ് കേട്ടോ ഈ ചെറിയ കരിമീനെ. പിന്നെ ദേ ഈ കാണുന്ന മാലാനെ. അച്ഛൻ ദേ അടുത്ത വല വീശാണ്. അതിനകത്ത് കുറച്ച് നച്ചറ കുഞ്ഞുങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അതിനെ ഞങ്ങൾ അങ്ങോട്ട് റിലീസ് ചെയ്തു. ഈ കാണുന്ന സ്ഥലമൊക്കെ രാവിലെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അടുത്ത വല വീശാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഈ വലയിൽ കിട്ടിയതാണ് കേട്ടോ ഈ 2 പിലോപ്പി കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. ഏകദേശം 10-15 വല വീശിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. അച്ഛൻ വീശുന്ന വലയ്ക്ക് ഏകദേശം 5 കിലോളം ഭാരം വരുന്നുണ്ട്. ഇത്രയും വല വീശുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര നിസ്സാര കാര്യമല്ല കേട്ടോ. കുറേ ക്ഷമയും ഡിസിപ്ലിനും പാഷനൊക്കെ വേണ്ട കാര്യമാണ് കേട്ടോ ഇത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ വലയും വീശുന്നത്. അച്ഛൻ്റെ അടുത്ത വല വീശാൻ റെഡിയാവുന്നു. ആ വലയിലുണ്ടായിരുന്നത് 3 വലിയ പൂളാനായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ഒരു ചേട്ടൻ വെള്ളത്തിലിറങ്ങി മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ വേറൊരു കാഴ്ച കണ്ടത്. ഇതൊരു പാമ്പല്ല, ഞങ്ങളുടെ നാട്ടിൽ തന്നെ മെലിഞ്ഞീൻ, ഊരാൻ എന്നൊക്കെ പറയും. ആരോ പിടിച്ചിട്ട് കരക്കിട്ടിട്ട് പോയതാണ്. ഞങ്ങൾ അതിനെടുത്ത് വെള്ളത്തിലിട്ടു. ഇതെൻ്റെ ഇളയച്ചനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്തിരി മുന്നോട്ട് കടന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരേ വല വീശിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പോഴാണിതേ ഇളയച്ചന് കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ളൊരു ചെറിയ കാലം കൊഞ്ചിനെ കിട്ടുന്നത്. നല്ല നീല കാലായിരുന്നു കേട്ടോ ഇവന്. അച്ഛന് പിന്നെ ഒരു കരിമീൻ പൊരിക്കാനാണ് കിട്ടിയത്. ഈ കാണുന്ന വെള്ളത്തെ അടുത്ത വലയിൽ കിട്ടിയതാണ് കേട്ടോ. അതിൻ്റെ കണ്ണിൻ്റെ അവിടെ എന്തോ തിളങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ആഡ് ചെയ്തതാണ് കേട്ടോ അതിന്. ആ വലയിൽ തന്നെ അച്ഛന് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചുണ്ടൻകൂരിനെയും കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവസാനത്തെ വലയിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ ഈ കരിമീനെ. അപ്പോൾ ഇപ്പം പിടിച്ച എല്ലാ മീനുമായിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഈ മരപ്പാലമൊക്കെ കടന്നിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. ഇവിടെ നിന്ന് കിട്ടിയ ചെമ്മീൻ വെച്ച് ഞാൻ വൈകുന്നേരം ചൂണ്ടിടാൻ പോയിരുന്നു കേട്ടോ. അവിടെ നിന്ന് കിട്ടിയതാണ് കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ള ഈ ചെമ്പല്ലി. ഇത് പിടിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രാജേഷ് ചേട്ടനാണ് കേട്ടോ. ഇത് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്കൊരു കുറുവാപ്പരലിനെയും കൂടെ കിട്ടി. അതിന് ഞങ്ങൾ റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. രാവിലെ തന്നെ പോയി വീശിയിട്ട് അച്ഛന് മാത്രം ഇത്രയും മീനാണ് കിട്ടിയത്. ഇത് 2-3 കറിക്കുള്ള ചെമ്മീനും ഉണ്ട്, ഞങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള മീനും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.
ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ലവ് ടെയിൽ. ബൈ.